ഒത്തിരി നാളുകൾക്ക് ശേഷം നാട്ടിൽ കല്യാണം കൂടാൻ വേണ്ടി കിട്ടിയൊരു ചാൻസാണ്. വേറെ ആരുടെയല്ല, നമ്മുടെ ചങ്ക് അനന്തുവിൻ്റെയും ആനിൻ്റെയും കല്യാണമാണ്. നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനന്തുവിൻ്റെ കല്യാണത്തിന് വേണ്ടി പോവാണ് കായംകുളത്തേക്ക്. ഇപ്പം സമയം ഏകദേശം 6:30 കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. പോകുന്ന വഴിക്ക് അലനുണ്ട് എൻ്റെ കൂടെ. അലനെ ആലക്കോട് കൂട്ടണം. പോകുന്ന വഴിക്ക് കുറേ കാലമായി നമ്മൾ കേരളം കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ നിർത്തി വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് വഴിയെ വീഡിയോ കാണാം. ആലക്കോടുന്ന് അലനെ കൂട്ടി കേട്ടോ. അങ്ങനെ ഏറ്റവും നല്ല എൻജോയ്മെൻ്റ് ഉള്ളൊരു നൈറ്റ് ഡ്രൈവാണ്. എറണാകുളം അല്ലെങ്കിൽ കോട്ടയം പോകുന്നൊരു റൈഡ്. ഇപ്പം നമ്മൾ തളിപ്പറമ്പാണ് എത്തിയിട്ടുള്ളത്. മന്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇങ്ങനെ വഴിയിൽ വട്ടം വെച്ച് നിൽക്കുന്ന ധാരാളം ചേട്ടന്മാരെ നമുക്ക് സന്ദർശിക്കാനാകും. നമ്മൾ തളിപ്പറമ്പ് വരുമ്പോൾ ഒരിക്കലും തളിപ്പറമ്പ് ടൗണിൽ കയറി പോവില്ല. ഈ സമയത്ത് ഇപ്പം സമയം ഏകദേശം 8 മണിയോളമായി. തളിപ്പറമ്പിൽ ഏറ്റവും ബ്ലോക്കുള്ള ടൈമാണ്. അപ്പം നമ്മളിതിലെ ലോക്കൽ റൂട്ട് വഴി സ്കൂട്ടായി തൃച്ചംബരത്തെ ആടുന്നതായിരിക്കും. വളപട്ടണം പാലത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബസ്സുകളുടെ ഒരു അരങ്ങാണ് കേട്ടോ. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 1.5 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം ചെറുപുഴയിൽ നിന്ന് 1.25 എടുത്തു കേട്ടോ. 1.25 മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ കണ്ണൂർ കാൾടെക്സ് പാസ്സായിരിക്കുകയാണ്. കണ്ണൂർ ആംസ്റ്റർ മിംസും ഈ പഴയ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഹോസ്പിറ്റൽ പണ്ട് ജിം കെയർ ആയിരുന്നു കേട്ടോ. ഇപ്പൊ അത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലായി. നമ്മുടെ ഇവിടുന്ന് കണ്ണൂര് വിട്ട് കഴിഞ്ഞ് വെച്ചിട്ടേ ഇപ്പൊ ഏകദേശം ഈ പുതിയ റോഡ് പണി തീർന്ന ഒരു ഭാഗമാട്ടോ ഇത്. ഇവിടുന്ന് 75 കിലോമീറ്ററാണ് കോഴിക്കോട് കാണിക്കുന്നത്. 259 കിലോമീറ്റർ എറണാകുളം. ഈ റോഡ് ഇപ്പം നമ്മൾ ഇത്രയും സമയം വന്നിട്ടുള്ളതിൻ്റെ അകത്ത് ഈ റോഡ് ഇപ്പോഴാണ് ഒരു കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഈ റോഡ് പണിക്കകത്ത് ഓപ്പൺ ആയിട്ടുള്ള ഫസ്റ്റ് റോഡായത് ഇത്. അങ്ങനെ തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ ടോൾ ഗേറ്റ് ആണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. ഫാസ്ടാഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 150 രൂപ കൊടുക്കേണ്ടി വന്നേ. ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ 75 രൂപ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് റോഡ് തീർന്നു. ഇനിയിപ്പോൾ ഈ അതുപോലത്തെ റോഡ് വർക്ക്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 150 രൂപ കൊടുത്താനുള്ള മുതലുണ്ട് കേട്ടോ. അടിപൊളിയാ, നല്ല ഡ്രൈവാണ്. നമുക്ക് ഇതിപ്പോൾ അങ്ങ് എറണാകുളം വരെ ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ചെറിയ സമയം കൊണ്ട് നമുക്ക് കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ കണക്റ്റ് ആവും. അങ്ങനെ നമ്മൾ കൊയിലാണ്ടി ടൗണിലെത്തിയിരിക്കുകയാണ്. ഏകദേശം 3.5 മണിക്കൂറോളം വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ എത്താൻ വേണ്ടി. നമ്മളൊരു ഹോട്ടലൊക്കെ തപ്പി എവിടെയെങ്കിലും കയറാൻ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നുള്ള രീതി പതുക്കെ നോക്കി പോവാണ്. കോഴിക്കോട് ഫുഡ് അടിക്കാൻ വേണ്ടി കയറിയിട്ട് പൊറോട്ട, പനീർ ബട്ടർ മസാല, ചിക്കൻ കൊണ്ടാട്ടം, പിന്നെ ബിരിയാണി റൈസ്, സലാഡ്, അച്ചാറ്. ഇപ്പോൾ സമയമുണ്ടല്ലോ 12:45 കേട്ടോ. ഞങ്ങൾക്കൊരു മൊബൈൽ ഹോൾഡർ വേണമായിരുന്നു. കോഴിക്കോട് ടൗണിൽ അപ്ഡേറ്റ് ഡിജിറ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് കേട്ടോ. നിങ്ങൾക്ക് 24 മണിക്കൂറും എന്ത് സാധനം വേണമെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പറ്റും മൊബൈലുമായിട്ട് സംബന്ധിച്ച്. രാത്രി 2:45 ടൈമായി ഗൈസ്. നമ്മളിത് തിരൂരിൽ നിന്ന് പൊന്നാൻ റൂട്ടിൽ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുണ്ടോ, 10 ട്രക്ക് വന്ന് ബ്ലോക്കായി. തൃശ്ശൂരിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് വലത്തോട്ട് തിരിയുന്ന വഴിക്ക് ഒരു ചായക്കടയുണ്ട്. അവിടെ ഞങ്ങൾ കയറിയിട്ടൊരു ചായയും 2 ചെറുകടികളും കഴിച്ചു. ഇനി നേരെ അങ്കമാലി ആലുവ റൂട്ടിലാണ് യാത്ര. അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തി ആർജിച്ച പാലിയേക്കര ടോള് എത്തിയിരിക്കുകയാണ്. വെളുപ്പിനുള്ള സമയമായതുകൊണ്ട് വലിയധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.
വലിയ വാഹനങ്ങൾ റോഡിൻ്റെ വലത്തുവശത്തെ ലൈന് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ചുമ്മാ നിയമത്തിൽ പറയുന്നല്ലാണ്ട് നമ്മുടെ നാട്ടുകാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. വലത്തെ ട്രാക്കിൽ കുറേ സമയമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ലോറിക്കാരൻ ചേട്ടനാണിത്. അതുപോലെ രണ്ടാമത്തെ ലോറിക്കാരൻ ചേട്ടനെ നമുക്ക് കിട്ടി കേട്ടോ. പുള്ളിക്കാരൻ ലെഫ്റ്റിലോട്ട് മാറുവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫ്രണ്ടിലുള്ള കാറിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ പാടെ ഓവർടേക്ക് ചെയ്ത പാടെ പുള്ളി പിന്നെയും വലത്ത് ട്രാക്കിലോട്ട് തന്നെ പോയി. അങ്ങനെ എല്ലാവരും ലോറിക്കാരിൽ ഒരു സേഫ്റ്റി വെച്ചിട്ടാണെന്ന് തോന്നുന്നു വലത്ത് വശത്തുകൂടെയാണ് അധികവും വണ്ടി ഓടിക്കുന്നത് നമ്മൾ കണ്ടത്. വെളുപ്പിന് ഏകദേശം ഒരു 5:30 മണിയോട് കൂടിയിട്ട് നമ്മൾ ആലുവയിലെത്തി. ഇനി ആലുവയിലാണ് അലനെയും അവൻ്റെ കൂട്ടുകാരനെ ആലുവയിൽ ഇറക്കി വിട്ടിട്ട് ഞാൻ ഇനി കോട്ടയത്തേക്കാണ് പോകുന്നത്. കോട്ടയത്ത് സുമിയുടെ വീട്ടിൽ പോയിട്ട് ഇനി യാത്ര തുടരുക. അവർ 1-2 മണിക്കൂർ കിടന്ന് ഉറങ്ങുകയും വേണം. സുമിയുടെ ആങ്ങളെയും അവിടെ ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ അലനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുവാണ് ഇവിടെ ആലുവ ഒരു മെട്രോ സ്റ്റേഷൻ്റെ അടിയിലാണ്. ഞാൻ അതിൻ്റെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ. നല്ലൊരു ഡ്രൈവായിരുന്നു. നൈറ്റ് കഴിഞ്ഞ് ഇനിയിപ്പം ഒരു 1 മണിക്കൂറും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരം വെളുക്കാനാവും. അങ്ങനെ ഒരു നീണ്ട എത്ര മണിക്കൂർ എടുത്തു? ഒരു 10-12 മണിക്കൂർ എടുത്തു കേട്ടോ. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക്. ഇവിടെ വന്നിട്ട് പെട്രോൾ പമ്പിൽ കയറിയിട്ട് ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി. ഇനി ഞാൻ കൊഴുവനാലിനാണ് പോകുന്നത്. സുമിയുടെ വീട്ടിലൊന്ന് പോകണം. നമുക്കിവിടെ നൈറ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും നല്ലത്. എളുപ്പം പകലത്തേൻ്റെ പകുതി സമയം നമുക്ക് എടുക്കുകയുള്ളൂ ഇവിടെ വരാൻ വേണ്ടിയിട്ട്. നൈറ്റ് ഡ്രൈവ് എൻജോയ് ചെയ്യുന്നവർക്ക്. ഞാൻ അലനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് 5:30 ആയപ്പോഴാണ് ഞാൻ അവനെ ആലുവയിൽ വിട്ടത്. ആലുവ വിട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 8:30 ആയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ കൊഴുവനാലെത്തി. മടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരെ കയറി കിടന്ന് ഉറങ്ങി. അതായത് ഒരു 2-2.5 മണിക്കൂർ ഞാൻ കിടന്ന് ഉറങ്ങിക്കാണും. അപ്പോൾ എനിക്കിനിയിപ്പം കായംകുളം ചെല്ലുവാൻ വേണമല്ലോ. അനന്തുവിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. ഈ ഒരു വരവ് അവൻ്റെ കല്യാണം കൂടുക എന്നുള്ള ലക്ഷ്യത്തിൽ വന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ വീട്ടിലെ പ്രോഗ്രാം നമുക്ക് വൈകുന്നേരം 6 മണിക്കോ കണ്ടാണെന്നാണ് തോന്നുന്നത്. ഇപ്പം സമയം ഏകദേശം 2:50 ചങ്ങനാശ്ശേരി വഴിക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഇറങ്ങിയപ്പോഴത്തേക്കും 2 മണിക്കൂറും 12 മിനിറ്റുമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം 4:45 ആകുമ്പോഴത്തേക്കും ചെല്ലുന്നതാണ് കാണിക്കുന്നത്. ഇനിയും 1 മണിക്കൂർ 54 മിനിറ്റും കൂടെ ഓടാനുണ്ട് കേട്ടോ. അപ്പോൾ അലനില്ലാത്തതുകൊണ്ട് എനിക്ക് റോഡൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ അനന്തുവിൻ്റെ വീട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. കണ്ടോ, ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. മുണ്ടൊക്കെ എടുത്ത് കുളിച്ച് റെഡിയായി. ആകെ 2 മണിക്കൂർ മാത്രമേ നമ്മൾ ഉറങ്ങിയിട്ടുള്ളൂ കേട്ടോ. കായംകുളത്താണ് ഇവൻ്റെ വീട്. വൈകുന്നേരത്തെ പ്രോഗ്രാമാണ് അനന്തുവിൻ്റെ കല്യാണം. തലേന്നത്തെ നാളെ കല്യാണം. അടിപൊളി. ചെക്കൻ താഴോട്ട് പോയിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്. ബന്ധുക്കൾ സുഹൃത്തുക്കളെല്ലാം കൂടെ വന്ന് ഭയങ്കര തിരക്കിലാണ്. വന്നു കഴിയുമ്പോൾ അവൻ്റെ ബൈറ്റ് നമുക്ക് എടുക്കാം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് നാട്ടിലൊരു കല്യാണം കൂടാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കിട്ടിയത് കേട്ടോ. അപ്പോൾ അനന്തുവിൻ്റെ വീടാണ് അലങ്കരിച്ചേക്കുന്നത് കല്യാണത്തലേ ദിവസം. അനന്തുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഹിബാസ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് കല്യാണം നടക്കാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം വലിയൊരു ഓഡിറ്റോറിയമാണ് കേട്ടോ. നല്ല സീറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു ഓഡിറ്റോറിയമാണ്. കല്യാണത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണല്ലോ സ്റ്റേജ് ഡെക്കറേഷൻ. നല്ല ഭംഗിയുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ വേണ്ടി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അനന്തുവിൻ്റെ കല്യാണത്തിന് വന്നിട്ടുള്ള ഔട്ട്ഫിറ്റ് ഇതൊക്കെ ആട്ടോ ഇട്ടേക്കുന്നത്. കല്യാണം കഴിഞ്ഞ് നമ്മളിനി ഫുഡൊക്കെ അടിക്കാൻ വേണ്ടിയുള്ള പരിപാടിക്ക് പോവാണ്. അടിപൊളിയായിരുന്നു കല്യാണം. കുറേ കാലം കൂടിയിട്ടാണ് നാട്ടിലെ ഒരു കല്യാണം കൂടുന്നത്.
നവദമ്പതികളായിട്ടുള്ള അനന്തുവിനും ആനിനും വിവാഹാശംസകൾ നേരുന്നു. ഇനി ഇവിടുന്ന് തിരിച്ച് കോട്ടയത്തേക്കാണ് പോകുന്നത്, ജെയ്സന്റെ വീട്ടിലേക്ക്. അവിടെ അനിക്സും സുബിയും എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ എങ്ങോട്ടേലും ട്രിപ്പ് പോകണം എന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്.